ലോകശക്തി എന്ന നിലയിൽ അമേരിക്കയുടെ അപ്രമാദിത്വം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ഈ സാമ്രാജ്യം ഇന്ന് ആന്തരികമായും ബാഹ്യമായും തകർന്നടിയുന്നു. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഇത്രയും കാലം പല രാജ്യങ്ങളെയും അവിടുത്തെ നിഷ്കളങ്കരായ ജനതയെയും അമേരിക്ക വഞ്ചിക്കുകയായിരുന്നു. തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനായി രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചും സംസ്കാരങ്ങളെ തകർത്തും അവർ നടത്തിയ ക്രൂര വിനോദങ്ങൾ ഇനി നടക്കില്ല. പശ്ചിമേഷ്യയുടെ മണ്ണിൽ അമേരിക്ക വിതച്ച യുദ്ധത്തിന്റെ കനലുകൾ ഇന്ന് ആ സാമ്രാജ്യത്വത്തിന്റെ തന്നെ അന്ത്യം കുറിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഉണർന്നു കഴിഞ്ഞു. അമേരിക്കൻ അധിനിവേശത്തിന്റെ അധ്യായം പശ്ചിമേഷ്യയിലെ ഈ തിരിച്ചടിയോടെ എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. ലോകശക്തി എന്ന നിലയിൽ അമേരിക്കയുടെ ആധിപത്യം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന കാര്യം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. പതിറ്റാണ്ടുകളായി ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യം ഇന്ന് ആന്തരികമായും ബാഹ്യമായും തകർച്ചയുടെ ലക്ഷണങ്ങളാണ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു കരുത്തുറ്റ ഭരണകൂടത്തിന്റെ ലക്ഷണമല്ല, മറിച്ച് തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു വ്യവസ്ഥിതിയുടെ വെപ്രാളമായിട്ട് തന്നെയാണ് ഇന്ന് ലോകം മുഴുവൻ വിലയിരുത്തുന്നത്. അതെ, അമേരിക്ക എന്ന സാമ്രാജ്യം അടിപതറുകയാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളുമാണ്. ഒരു കാലത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നയങ്ങൾ തീരുമാനിച്ചിരുന്നത് വാഷിംഗ്ടൺ ആയിരുന്നു എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? എന്നാൽ ഇന്ന് സ്ഥിതിയൊക്കെ മാറി. ഇറാനെ പോലുള്ള രാജ്യങ്ങളെ സൈനികമായും സാമ്പത്തികമായും തളർത്താൻ അമേരിക്ക വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ ഉയർത്തുന്ന പ്രതിരോധം അമേരിക്കൻ അജയ്യതാവാദത്തിന് വലിയ പ്രഹരമാണ്. ഇറാന്റെ കരുത്ത് വർദ്ധിക്കുന്നതും സമാന്തരമായ മേഖലയിലെ അമേരിക്കൻ സ്വാധീനം കുറയുന്നതും അറബ് രാജ്യങ്ങൾക്കിടയിൽ പോലും അമേരിക്കയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണവുമായിട്ടുണ്ട്. സൗദി അറേബ്യയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾക്കായി ഡോളറിന് പകരം മറ്റു മാർഗങ്ങൾ തേടുന്നത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയായ പെട്രോ ഡോളർ യുഗത്തിന്റെ അന്ത്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആഗോള വിപണിയിൽ അമേരിക്കൻ ഡോളറിനുള്ള മേധാവിത്വം നഷ്ടപ്പെടുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക സർവനാശത്തിലേക്കുള്ള വഴി തുറക്കുക കൂടിയാണ്. മാത്രവുമല്ല, ലോകമെമ്പാടും അമേരിക്കയോടുള്ള വെറുപ്പ് വർദ്ധിച്ചു വരികയാണ് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പേരിൽ മറ്റു രാജ്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ വെറും കാപട്യമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഫലസ്തീൻ വിഷയം മുതൽ പശ്ചിമേഷ്യയിലെ വിവിധ സംഘർഷങ്ങളിൽ അമേരിക്ക സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ ആഗോളതലത്തിൽ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള മറ്റ് ശക്തികൾ പുതിയൊരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. എന്തായാലും സൈനികമായ പരാജയങ്ങൾ, അതുപോലെ സാമ്പത്തിക തകർച്ച, സഖ്യകക്ഷികളുടെ അകൽച്ച എന്നിവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിലേക്കാണ് എന്നതാണ്. പല രാജ്യങ്ങൾക്കും അമേരിക്കയെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ അപ്രമാദിത്വം നഷ്ടപ്പെടുന്നത് തിരിച്ചറിഞ്ഞ് അമേരിക്ക നടത്തുന്ന ഭീഷണികളും നീക്കങ്ങളും ആ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പശ്ചിമേഷ്യയിൽ പടരുന്ന ഈ മാറ്റത്തിന്റെ കാറ്റ് ലോകമെമ്പാടും പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിന് കൂടി വഴി തെളിയിക്കുമെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലെ? അമേരിക്കൻ ആധിപത്യം ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതിന് പിന്നിൽ ചരിത്രപരവും സാമ്പത്തികവുമായ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ദശാബ്ദങ്ങളായി തുടരുന്ന ചില തെറ്റായ നയങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടായ മാറ്റങ്ങളും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഏക ആധിപത്യ ശക്തിയായി മാറിയ അമേരിക്ക തങ്ങളുടെ അധികാരം നിലനിർത്താൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സൈനിക ഇടപെടലുകൾ നടത്തുകയുണ്ടായി. വിയറ്റ്നാം, അതുപോലെ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നടത്തിയ ദീർഘകാല യുദ്ധങ്ങൾ അമേരിക്കയുടെ ഖജനാവ് കാലിയാക്കുന്നത് തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന് കോടി ഡോളർ ഇത്തരം യുദ്ധങ്ങൾക്കായി ചെലവഴിച്ചിട്ടും ആത്യന്തികമായി സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് അമേരിക്കയുടെ അജയ്യതാവാദത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക നയങ്ങളിലെ പിഴവും കടബാധ്യതയും തന്നെയാണ്. അതായത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് വലിയ കടബാധ്യതയിലാണ്. ഉൽപാദന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സേവന മേഖലയ്ക്കും അതുപോലെ ഓഹരി വിപണിക്കും അമിത പ്രാധാന്യം നൽകിയത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ലോകത്തിന്റെ ഉൽപാദന കേന്ദ്രമായി മാറിയപ്പോൾ അമേരിക്ക സാമ്പത്തികമായി അവരെ ആശ്രയിക്കേണ്ടതായി വന്നു. ഡോളറിനെ ലോകത്തെ ഏക കറൻസിയായി ഉപയോഗിക്കുന്ന പെട്രോ ഡോളർ സംവിധാനത്തിൽ വിള്ളലുകൾ വീണത് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തെ
സാരമായി ബാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബദൽ ശക്തികളുടെ വളർച്ചയാണ്. അതായത് അമേരിക്കയെ മാത്രം ആശ്രയിച്ച ലോകക്രമം മാറുകയാണ്. ചൈനയുടെ സാമ്പത്തിക വളർച്ചയും റഷ്യയുടെ സൈനിക കരുത്തും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. കൂടാതെ ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ രൂപപ്പെട്ടതോടെ വികസ്വര രാജ്യങ്ങൾ ഡോളറിന് പകരമായി സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അമേരിക്കൻ ഉപരോധങ്ങളുടെ മുനയൊടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ്. മറ്റൊന്ന് വിദേശ നയങ്ങളിലെ വിശ്വസ്ത കുറവാണ്. അതായത് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ജനാധിപത്യത്തിന്റെ പേരിൽ ഇടപെടുകയും എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഏകാധിപത്യങ്ങളെ പിന്തുടരുകയും ചെയ്യുന്ന അമേരിക്കൻ നയം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിനും വലിയ വിമർശനത്തിനും കാരണമായിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നൽകുന്ന അന്ധമായ പിന്തുണയും അറബ് രാജ്യങ്ങളുടെ വികാരങ്ങളെ മാനിക്കാത്തതും ആ മേഖലയിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന സ്വാധീനം വലിയ തോതിൽ കുറയാനുള്ള കാരണവുമായി മാറി. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെയുള്ള രാഷ്ട്രീയമായ ചേരിതിരിവുകളും സാമ്പത്തിക അസമത്വവും ആ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന പ്രധാന ഘടകമാണ്. വംശീയമായ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ലോകത്തിന് മാതൃകയായിരുന്ന അവരുടെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് എന്നത് ഒരു സത്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകം ഒരു ഏകധ്രുവ അതായത് യൂണിപോളാർ ക്രമത്തിൽ നിന്ന് ബഹുധ്രുവ മൾട്ടിപോളാർ ക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പറയാനുള്ളത്. ഈ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്തതും പഴയ മേധാവിത്വം നിലനിർത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതുമാണ് നിലവിലെ അവസ്ഥയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം. അമേരിക്കയുടെ ആധിപത്യം ഇങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ പകരം വരുന്നത് ഒരു രാജ്യം മാത്രമായിരിക്കില്ല എന്നതാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രധാന വിലയിരുത്തൽ. ഒരു രാജ്യമായിരിക്കില്ല ഇതിന് വരിക. അതായത് പകരം ഒരു ബഹുധ്രുവ അതായത് മൾട്ടിപോളാർ വേൾഡ് വ്യവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ലോക രാജ്യങ്ങൾ ഒരു രാജ്യം മാത്രം തീരുമാനമെടുക്കുന്നതിന് പകരം തുല്യ ശക്തിയുള്ള ഒന്നിലധികം കേന്ദ്രങ്ങളാണ് നിലവിൽ വരാൻ പോകുന്നത്. നിലവിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന രാജ്യം ഏതാണ്? അത് ചൈന തന്നെയാണ് അല്ലെ. ലോകത്തിന്റെ ഫാക്ടറി എന്നറിയപ്പെടുന്ന ചൈന സാമ്പത്തികമായും അതുപോലെ സാങ്കേതികമായും അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രവുമാണ്. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ആ രാജ്യങ്ങളുടെ മേൽ സാമ്പത്തിക സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ചൈന. ചൈനയ്ക്ക് വലിയ സ്വീകാര്യത ഈയിടെയായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്നുമുണ്ട്. ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഘടകങ്ങളുമാണ്. എന്തായാലും സൈനികമായും ചൈന ഇന്ന് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കുകയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ വളർച്ച തന്നെയാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെ വിപണിയും മനുഷ്യ വിഭവശേഷിയും ഏറെ നിർണായകമാണ്. ആഗോളതലത്തിൽ ഒരു നിഷ്പക്ഷ ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം വർദ്ധിച്ചു വരികയുമാണ്. ചൈനയ്ക്ക് ഒരു ബദലായി പല പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളെ കുറിച്ചും ഇവിടെ പറയാതെ വയ്യ. അതായത് അമേരിക്കയുടെയും ഡോളറിന്റെയും ആധിപത്യം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പുറമെ സൗദി അറേബ്യ, UAE, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി ഇതിലേക്ക് എത്തിയത് വലിയൊരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഡോളറിന് പകരം സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള ഇവരുടെ തീരുമാനം അമേരിക്കൻ സാമ്പത്തിക അടിത്തറയെ തകർക്കാൻ പോകുന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ പങ്കിനെ കുറിച്ചാണ്. അതായത് സാമ്പത്തികമായി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും സൈനിക ശക്തിയും ഊർജ്ജ സ്രോതസ്സായും റഷ്യ ഇപ്പോഴും ലോകരാഷ്ട്രത്തിലെ വളരെ നിർണായകമായ സ്വാധീനമാണ് ചെലുത്തുന്നത്. യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും അമേരിക്കൻ താല്പര്യങ്ങളെ പ്രതിരോധിക്കുന്നതിൽ റഷ്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോഴും സോവിയറ്റ് അമേരിക്ക തർക്കം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്. പ്രാദേശിക ശക്തികളുടെ ഉദയം കൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. അതായത് ഒരു രാജ്യം മാത്രം ലോകം ഭരിക്കുന്നതിന് പകരം പശ്ചിമേഷ്യയിൽ ഇറാനും സൗദി അറേബ്യയും തെക്ക് കിഴക്കൻ ആസിയാൻ രാജ്യങ്ങളും തങ്ങളുടെ മേഖലയിൽ കൂടുതൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനാണ് തുടങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ പതനത്തിന് ശേഷം ലോകം ഒരു സിംഗിൾ സൂപ്പർ പവർ എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി ഒന്നിലധികം രാജ്യങ്ങൾ പരസ്പര സഹകരണത്തോടും വലിയ മത്സരത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വഴി മാറുമെന്ന കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് ചെറിയ രാജ്യങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അതുപോലെ വിലപേശൽ ശേഷിയും നൽകുന്നുണ്ടെങ്കിലും വലിയ ശക്തികൾ തമ്മിലുള്ള മത്സരങ്ങൾ പ്രാദേശിക സംഘർഷങ്ങൾക്ക് കാരണമായിരിക്കാം. എന്തായാലും അമേരിക്കയുടെ അന്ത്യം അടുത്തു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.